ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം പ്രതികരണങ്ങളിലേക്ക്. ഇന്ന് കണ്ടുവരുന്ന മയക്കുമരുന്നിന് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ കൊച്ചി താലൂക്ക് ജമാഅത്ത് കൗൺസിൽ എടുത്തിരിക്കുന്ന തീരുമാനം സ്വാഗതാർഹമാണ്. അതുകൂടാതെ തന്നെ എല്ലാ മഹല്ലുകളും അവരുടേതായ തീരുമാനങ്ങൾ എടുത്ത് അവരുടെ മഹലിനകത്ത് അവരുടെ പ്രദേശത്ത് ഇതില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ബാധ്യത മഹല്ല് കമ്മിറ്റികളും റെസിഡൻസ് അസോസിയേഷനുകളും ഏറ്റെടുക്കണമെന്നും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറണമെന്നുമാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയിലും സീനിയർ സിറ്റിസന്റെയും മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെയും പരിപൂർണ പിന്തുണ ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചു. ലഹരിക്കെതിരെ എന്നുള്ളൊരു പോരാട്ടം സത്യത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ന്യൂജൻ പിള്ളേരെല്ലാവരും ലഹരിക്ക് അടിമകളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ളത്. പക്ഷേ ന്യൂജൻ പിള്ളേരെല്ലാവരെയും ലഹരിക്ക് അടിമകളാണ് എന്ന് വരുത്തി തീർക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം. സത്യത്തിൽ ഒരു പ്രദേശത്തിനകത്ത് 5% പേരിൽ മാത്രമേ രാസലഹരി ഉപയോഗിക്കുന്നുള്ളൂ. സർക്കാർ സ്പോൺസർഡ് മദ്യമാണ് 60% ഉപയോഗിക്കുന്നത്. ഈ മദ്യം ഉപയോഗിച്ചതിന്റെ പേരിലാണ് കുടുംബങ്ങൾ തകർത്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ എല്ലാം പ്രഖ്യാപിക്കേണ്ടത്. കരുനാഗപ്പള്ളി ഇപ്പൊ ഫസ്റ്റ് അടിക്കും, ചാലക്കുടിയിൽ ഇപ്പൊ അടുത്തത് വരാൻ വേണ്ടി പോകണം. ഇങ്ങനെ മത്സരിച്ച് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് തികച്ചും പ്രഹസനമെന്ന് പറയണം. സത്യത്തിൽ ഇവർക്കൊരു ഓൾട്ടർനേഷൻ ആണ് കൊടുക്കേണ്ടത്. കളിസ്ഥലങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ നോക്കാം, അവരുടെ സംവിധാനങ്ങൾ എത്രത്തോളം മെച്ചപ്പെടുത്തിയെടുക്കാൻ നോക്കാം.